ഇത് കാവേരി വാഴ. 6 മാസം കൊണ്ട് ഫലം തരുന്ന അത്ഭുത വാഴ. വാഴയുടെ ഇനവൈവിധ്യം കൊണ്ട് പേരുകേട്ട കേരളക്കരയിൽ കാവേരി വാഴയും പതിയെ കാലുറപ്പിക്കുകയാണ്. അനന്തപുരിയുടെ വാഴപ്പെരുമയ്ക്ക് ചാരുത പകർന്ന് നെടുമങ്ങാട്ടെ കുറെ കർഷകർ കാവേരി വാഴ കൃഷി ചെയ്തു തുടങ്ങി. നെടുമങ്ങാട് ചായം സ്വദേശി ശശീന്ദ്രൻ നായരുടെ വാഴപ്പണയിൽ കഴിഞ്ഞ 2 വർഷമായി കാവേരി വാഴകൃഷി തകൃതിയിൽ മുന്നേറുന്നു. ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും കിട്ടിയ വാഴക്കന്നുകൾ ഇദ്ദേഹം തന്റെ വാഴത്തോപ്പിൽ വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അടിക്കന്നുകൾ ഇളക്കി നട്ട് കൃഷി ഒന്നുകൂടി വിപുലമാക്കി. ചെറിയ വാഴയിനമായതിനാൽ കാവേരി വാഴ അടുപ്പിച്ചു നടാം. അടുത്തടുത്ത വാഴകൾ തമ്മിൽ 5 അടി അകലം മതിയാവും. നിത്യം നനയ്ക്കണം എന്ന ശീലമൊഴിച്ചാൽ കാവേരി വാഴയ്ക്ക് പരിചരണവും കുറച്ചു മതി. വാഴക്കന്നുകൾ ഇദ്ദേഹം വെട്ടിമാറ്റാറില്ല. മാസത്തിലൊരിക്കൽ ചുവട് ചെത്തി വളം നൽകണം. ചാണകം, കോഴിക്കാരം എന്നീ ജൈവവളങ്ങൾക്കൊപ്പം രാസവളങ്ങളും ഇദ്ദേഹം തരാതരം നൽകാറുണ്ട്. വളമിട്ട ശേഷം പറച്ചുമൂടും. തീതുപ്പുന്ന വേനൽ ചൂടിൽ നിന്ന് വാഴയെ രക്ഷിക്കാൻ ചുവട്ടിൽ കരിയില കൊണ്ട് പുതയിടുന്നതും നല്ലതാണ്. നട്ട് 3-ാം മാസം കാവേരി കുലച്ചു തുടങ്ങും. പൂർണ്ണമായി വിരിഞ്ഞ വാഴക്കൂമ്പ് ഒടിച്ചു കളയണം. കാവേരി വാഴപ്പഴത്തിന് മട്ടിപ്പഴത്തിന്റെ രുചിയാണ്. ഈ മധുരം ജനഹൃദയങ്ങൾ സ്വീകരിച്ചതോടെ ശശീന്ദ്രൻ നായർ കൃഷി വിപുലപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. 2 വർഷത്തിൽ 7 കുല വെട്ടാവുന്നതിനാൽ പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് കാവേരി വാഴ യോജിച്ചതാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഈ കാവേരി നടാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇത് 6 മാസത്തിലൊരിക്കൽ കൊല മുറിക്കുക. അത് മാത്രമല്ല, ഒരു കൊല മുറിച്ച് കഴിയുമ്പോൾ അടുത്തൊരു കൊല ഉടനെ തന്നെ വിളയാറാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു 2 വർഷം കൊണ്ട് 6-7 കൊല ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് ആദായം കിട്ടും. ചെറിയ വാഴയായതിനാൽ മട്ടുപ്പാവിലും ഈ ഇനം നന്നായി വളരുമത്രേ. ഡയാന, സുഗന്ധി എന്നീ പേരുകളിലും കാവേരി വാഴ കേരളക്കരയിൽ അറിയപ്പെടുന്നുണ്ട്. കർണാടകയിൽ ഉരുത്തിരിച്ചെടുത്ത പിസാങ് ലിലിൻ എന്ന ഇനമാണ് കാവേരി വാഴയായി നമ്മുടെ നാട്ടിൽ പ്രചാരം നേടുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. ഈ കാവേരി വാഴ എന്ന വാഴയിനം വളരെ അടുത്ത കാലത്ത് മാത്രമാണ് കേരളത്തിൽ വൻതോതിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കർണാടകത്തിലെ ഒരു കൃഷിയിടത്തിൽ നിന്നും ഇവിടുത്തെ ഒരു കർഷകൻ കേരളത്തിൽ കൊണ്ടുവന്ന് വളരെ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇതിന് കൂടുതൽ പ്രചാരം സിദ്ധിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇതിന് കാവേരി വാഴ എന്ന് പേരിട്ടത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് പിസാങ് ലിലിൻ എന്നാണ്. ഈ ചെറിയ ഇനം വാഴയാണിത്. ഒരു 6 മാസം കൊണ്ട് കുല വെട്ടാം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലയളവിൽ വിളവ് കിട്ടുമെന്നുള്ളത് കൊണ്ട് കൃഷിക്കാർക്ക് ഇത് വളരെ പഥ്യമായി തീർന്നിരിക്കുകയാണിപ്പോൾ.